ശങ്കുട്ടിദാസ്, ഇപ്പോൾ വീണയുടെ ഹർജിയിൽ പറയുന്ന ഒരു വാദം ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവാണ് ഈ അന്വേഷണ പരമ്പരയ്ക്ക് ആധാരമായിട്ടുള്ളത്. എന്നാൽ IT ആക്ട് 1961 അനുസരിച്ച് ബോർഡിന്റെ സെറ്റിൽമെന്റ് ഉത്തരവുകളിൽ പറയുന്ന കാര്യങ്ങളിൽ IT ആക്ടോ മറ്റു നിയമങ്ങളോ അനുസരിച്ച് പുനഃപരിശോധന പാടില്ല എന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് അതിൽ പറയുന്ന ഒരു കാര്യത്തിൽ മേൽ പിടിച്ചുകൊണ്ടൊരു പുനഃപരിശോധനയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണത്തിലേക്ക് പോവുക? നോക്കൂ, അത് വീണ വിജയന്റെ വാദമാണ്, അവരുടെ കണ്ടൻഷനാണ്. അതായത് ആ വാദം നമ്മൾ സാങ്കേതികമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്നത് ഒരു സെറ്റിൽമെന്റ് മെക്കാനിസമാണ്. അതായത് നമുക്കെതിരെ ഒരു ഇൻകം ടാക്സ് കേസ് നടക്കുന്നുണ്ട്. ആ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ IT ആക്ടിലെ സെക്ഷൻ 495 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അത് പ്രകാരം നമുക്കൊരു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ സേവനം ആവശ്യപ്പെടാം. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരെയും വിളിച്ചു വരുത്തി ഒരു ആർബിട്രേഷൻ മെക്കാനിസത്തിലൂടെ ഒരു വിധി പാസ്സാക്കും. അവിടെ നമുക്ക് അഡ്മിഷൻസ് നടത്താം, അവിടെ നമുക്ക് കുറ്റസമ്മതം നടത്താം, നമ്മൾ യഥാർത്ഥത്തിൽ കാണിക്കേണ്ട സംഖ്യ എത്രയായിരുന്നു എന്ന് പറയാം. ഇതൊന്നും നമ്മുടെ കേസിന് പ്രൊജുഡിസ് വരുത്തില്ല എന്നുള്ളതാണ് അവിടുത്തെ സങ്കല്പം. അതിനടിസ്ഥാനത്തിൽ അവരൊരു സെറ്റിൽമെന്റ് ഓർഡർ പാസ്സാക്കും. അങ്ങനെ ഒരു ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ ആ ഓർഡർ എല്ലാവരുടെ മേലും ബൈൻഡിങ് ആയിരിക്കും. അതിന് മേലെ പിന്നീട് അപ്പീലോ മറ്റേതെങ്കിലും തരത്തിലുള്ള പുനഃപരിശോധനയോ ഉണ്ടാവുന്നതല്ല. ഈ വിവരങ്ങൾ പുറത്തെവിടെ ഉപയോഗിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പ് വരുമ്പോഴല്ല ഈ ഇൻഫർമേഷൻ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. വീണ വിജയന്റെ തന്നെ അഫിഡവിറ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് രൂപീകരിക്കുന്നതിന് മുൻപേ തന്നെ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 206 പ്രകാരമുള്ള അന്വേഷണം വീണ വിജയന്റെ കമ്പനിക്കെതിരെ നടന്നിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ രാജ്യത്ത് നിരവധിയായിട്ടുള്ള അന്വേഷണ ഏജൻസികളുണ്ട്. ഇവരുടെയൊക്കെ റഡാറിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരുടെയൊക്കെ അനധികൃതമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പെടും. IT അല്ലെങ്കിൽ ഇൻകം ടാക്സ് മാത്രമല്ല ഇത്തരം പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്ന ഏജൻസികൾ. അതിന് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള വകുപ്പുകളുണ്ട്, ED പോലത്തെ വകുപ്പുകളുണ്ട്, SFIO പോലത്തെ ഏജൻസികളുണ്ട്. ഇവരുടെയൊക്കെ പരിശോധനയിൽ മുന്നേ തന്നെ ഈ കാര്യം വന്നിരുന്നതാണ്. അതെങ്ങനെയാണ് ശ്രീ ശങ്കുട്ടിദാസ് വിശദീകരിക്കുക? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ വന്നതിന് ശേഷമാണ് അതും ഒരു പത്രത്തിൽ വാർത്ത വന്നതിന് ശേഷം അതിലെ വിധിയിലെ ആ പ്രത്യേക പരാമർശം എടുത്തു തന്നെ വാർത്തയാക്കിയതിനു ശേഷമാണ് അടുത്ത അന്വേഷണത്തിലേക്കൊക്കെ പോകുന്നത്, അടുത്ത പരാതിയായിട്ട് ഹർജി പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ തുടങ്ങിയെന്ന് എങ്ങനെയാണ് അത് വിശദീകരിക്കാനാവുക? അതെന്താണ് അത്ര രഹസ്യമായിട്ട് നടക്കുന്ന അന്വേഷണമാണോ? അങ്ങനെയാണെങ്കിൽ ROC അന്വേഷണം അങ്ങനെയല്ലല്ലോ. ശ്രീമതി സ്മൃതി, അങ്ങ് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കോഴ്സാണ്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് നടന്നതെന്ന് വെച്ചാൽ 2012, 2013 കാലഘട്ടങ്ങളിൽ CMRL ബോധിപ്പിച്ചിട്ടുള്ള ഇൻകം ടാക്സ് റിട്ടേണുകളിൽ പിഴവുകൾ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് 2017 CMRLന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുന്നത്. 2017 റെയ്ഡിന്റെ അടിസ്ഥാനത്തിലാണ് CMRLനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. ആ കേസിൽ CMRL ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ സേവനം ആവശ്യപ്പെടുന്നത്. അതല്ലാതെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സ്വന്തമായിട്ട് സ്ഥാപിക്കുന്ന ഒരു സംവിധാനമല്ല. CMRL ആ കേസിൽ തങ്ങൾക്ക് വലിയൊരു പിഴ വരാൻ സാധ്യതയുണ്ട്. കാരണം ഏതാണ്ട് 5-6 വർഷത്തെ ടാക്സ് ഇവേഷനുമായി ബന്ധപ്പെട്ട കേസാണ്. അതുകൊണ്ട് ഒരു യഥാർത്ഥത്തിൽ ഒരു അഡ്മിഷൻ നടത്തിയിട്ട് ഒരു കുറഞ്ഞ പിഴ ഈടാക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ CMRL ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ സേവനം ആവശ്യപ്പെടുന്നു. അവരവിടെ അഡ്മിഷൻസ് നടത്തുന്നു. ഈ കമ്പനിയുടെ MD, ഈ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇവിടെ നടത്തുന്ന അഡ്മിഷൻ. വീണ വിജയനെതിരെ വന്നിട്ടുള്ള അഡ്മിഷൻ പോലും ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ നടത്തിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഒരു ഓർഡർ ഇറക്കി. ആ ഓർഡർ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം എന്ന് ഷോൺ ജോർജ് ആണ് ആദ്യം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പരാതി കൊടുക്കുന്നത്. അതിൽ നടപടി ഉണ്ടാവുന്നില്ല എന്ന് കാണുമ്പോൾ അദ്ദേഹമാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നടപടിയാണ്. നമ്മൾ നേരത്തെ പറയുന്ന 206 പ്രകാരമുള്ള നടപടി ഇൻകം ടാക്സ് നടപ്പാക്കുന്നതല്ല, അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടപ്പാക്കുന്നതാണ്. അത് IT ആക്ടിന് കീഴിൽ വരുന്നതല്ല, അത് കമ്പനീസ് ആക്ട് ഓഫ് 2013 കീഴിൽ വരുന്നതാണ്. അതൊരു സമാന്തര ഏജൻസിയുടെ സമാന അന്വേഷണമാണ്. അതായത് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് CMRL നികുതി വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. എന്നാൽ ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം CMRLന്റെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടതല്ല. വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി സ്ഥാപിച്ചിട്ടുള്ള എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് കമ്പനി ആക്ടിൽ പറയുന്ന പ്രൊവിഷൻസിനൊന്നും യാതൊരു തരിമ്പും വില വെക്കാതെ ഒരു ധന സമ്പാദന മാർഗം അനധികൃതമായിട്ട് തൻ്റെ പിതാവിൻ്റെയും അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും ബലത്തിൽ യാതൊരു ധാർമ്മികതയും ഇല്ലാതെ ധനം സമ്പാദിക്കാനുള്ള ഒരു ഷാം കമ്പനിയായിട്ട്, ഒരു ഷെൽ കമ്പനിയായിട്ട് എക്സാലോജിക്കിനെ ഉപയോഗിച്ചിരുന്നു എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശങ്കുട്ടിദാസ്, ആ അന്വേഷണം എപ്പോഴുണ്ടായി? താങ്കൾ പറയുന്നത് നേരത്തെ 2021 ആര് തുടങ്ങി? 2021 വീണ വിജയന്റെ തന്നെ അഫിഡവിറ്റ് പറയുന്നു.
ഇന്ന് കർണാടകയിൽ വീണ വിജയൻ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ എന്താണ് പറയുന്നത്? എനിക്ക് 2021 ജനുവരി മാസത്തിൽ എന്താണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് ഒരു നോട്ടീസ് സെക്ഷൻ 206 പ്രകാരമുള്ള നോട്ടീസ് വന്നു. ആ നോട്ടീസിൽ എന്നോട് ഇൻഫർമേഷൻസ് ഫർണിഷ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ 2021 ഫെബ്രുവരി 2-ാം തീയതി 2021 തീയതി ഞങ്ങൾ ഇത്രയും ഇൻഫർമേഷൻസ് ഫർണിഷ് ചെയ്തു. അതിനുശേഷം 2021 ഒക്ടോബറിൽ എനിക്കൊരു സപ്ലിമെന്ററി നോട്ടീസ് വന്നു. ആ നോട്ടീസിൽ പറയുന്നു ഞാൻ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ തൃപ്തികരമല്ല, അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ബോധിപ്പിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കുകയോ വേണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ 2021 നവംബർ മാസത്തിൽ നേരിട്ട് പോയി. 2022 ജൂൺ ജൂലൈ മാസങ്ങളിൽ ഞാൻ നേരിട്ട് ROCയുടെ മുന്നിൽ ഹാജരായി. ഞാൻ കൊടുത്തിട്ടുള്ള വിവരങ്ങളും തൃപ്തികരമല്ലെന്ന് പറഞ്ഞിട്ടാണ് ഇവരിപ്പോൾ ഈ പറയുന്ന 210 പ്രകാരം 210 പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിട്ടത്. ആ ഇൻവെസ്റ്റിഗേഷൻ തുടർന്ന് വരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ 212 പ്രകാരമുള്ള പുതിയ SFIയോട് അന്വേഷണം ഉത്തരവിട്ടിരിക്കുന്നത്. ഈ അന്വേഷണം ആവശ്യമില്ല, 210 പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ തുടർന്ന് വരട്ടെ, അതിന്റെ റിസൾട്ട് കണ്ടതിന് ശേഷം മതിയല്ലോ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ അഫിഡവിറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 2024 പൊതു തെരഞ്ഞെടുപ്പ് കണ്ടിട്ടോ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടോ ഒന്നുമല്ല, ഇത് രാജ്യത്തൊരു നിയമ സംവിധാനം സ്വാഭാവികമായി പ്രവർത്തിക്കുന്ന അവിടെയാണ് ശ്രീ ശങ്കുട്ടിദാസ് രാജ്യത്തെ നിയമ സംവിധാനം BJP ഇതര സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ NDA ഇതര സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു സംശയകരമായ കാര്യം. എവിടെയെങ്കിലും BJP ഭരിക്കുന്നിടത്ത് അല്ലെങ്കിൽ NDA ഭരിക്കുന്നിടത്തേക്ക് കേന്ദ്ര ഏജൻസികൾ എത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ വരുന്നു. അജിത് പവാറിന്റെ കാര്യത്തിൽ എത്ര കോടിയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ളതായിരുന്നു. സ്വത്തുക്കൾ മരവിപ്പിച്ചതിൽ എല്ലാം പരിഹരിച്ചില്ലേ? അങ്ങോട്ടേക്ക് വന്നപ്പോൾ എല്ലാം പരിഹരിച്ചല്ലോ. അപ്പോൾ അത് നമ്മളുടെ മുന്നിൽ കാണുന്നുണ്ട്. അത് താങ്കൾ ഒന്ന് വിശദീകരിച്ചു പോയാൽ മതി, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഈ കേസിൽ തന്നെ നിൽക്കാം. പക്ഷേ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഏത് ഘട്ടത്തിൽ നിന്ന് പോയി? അതാണ് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കോൺഗ്രസ് പ്രതിനിധി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് അന്വേഷണം നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമാക്കി നിർത്തുന്നു, അതിനുശേഷം ഒരു ഘട്ടം വന്നപ്പോൾ നിന്നു. ഇപ്പോൾ BJP പ്രതിനിധികളോട് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു കഴിഞ്ഞെന്ന്? ആ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ എന്ന് ആരും അറിയുന്നില്ല. അറിയുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. ആ സമയത്ത് മാത്രം അത് സജീവമായി നിർത്തും. ഇപ്പോൾ അറിയുന്നില്ല, പക്ഷെ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഈ കേസിലും അതായിരിക്കുമോ വിധി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സംശയം. അല്ല, അങ്ങനെയല്ല. എന്താണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം തുടരുന്നുണ്ട്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല ഒരു പക്ഷേ രാജ്യത്തെ നിയമം പ്രവർത്തിക്കുക. രാജ്യത്തെ നിയമം പ്രവർത്തിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു മെത്തഡോളജിയും ഒരു മെക്കാനിസം ഉണ്ട്. സ്വർണ്ണക്കടത്ത് പോലെയുള്ള കേസുകളിൽ ആളുകളെ എന്താണ് അവിടെ ശിക്ഷ കൊടുക്കാൻ സാധിക്കുക? ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് ആക്ട് പ്രകാരവും കൊഫെപ്പോസ ആക്ട് പ്രകാരവും നമുക്ക് ശിക്ഷിക്കാൻ സാധിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ ഫൈൻ ഇമ്പോസ് ചെയ്യുകയും ഈ പറയുന്ന കമ്മോഡിറ്റിയെ പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ കേസിൽ ഓൾറെഡി തന്നെ റീജിയണൽ കസ്റ്റംസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും വലിയ സംഖ്യകളുടെ ഫൈൻ ഉണ്ടായിട്ടുണ്ട്. ഈ ഫൈനുമായി ബന്ധപ്പെട്ട് ഇവർ കൊടുത്തിട്ടുള്ള അപ്പീലുകൾ കോടതികളുടെ പരിഗണനയിലാണ്. ആ അപ്പീലുകൾ കോടതികൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് മുന്നോട്ട് പോകാനുള്ള സാങ്കേതികമായിട്ടുള്ള തടസ്സമുണ്ട്. ഇതാണ് അതിലത്തെ നിയമപരമായിട്ടുള്ള പ്രശ്നം. ഞാൻ പറയട്ടെ, നമ്മൾ ഇപ്പോൾ ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റൊരു വിഷയം സംസാരിക്കാത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വളരെ എളുപ്പമാണ് കേട്ടോ. കോക്കു എന്ന് പറയും, നമ്മൾ U2 നിങ്ങളും അത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താ ചെയ്തത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവല്ല. ശരി, ഇവിടെ ഒരു കേസ് ഉണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. പക്ഷെ ആ കേസ് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ള സംശയം ചോദിക്കാമല്ലോ. ആ കേസ് ഞാൻ പറഞ്ഞില്ല, ഇതിന് എല്ലാം ഒരു ലോജിക്കൽ കൺക്ലൂഷൻ ഉണ്ട്. ആ കേസിൽ കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളും കൂടുതലായിട്ടുള്ള തെളിവുകളും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസിലാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ എന്ന് പറയുന്ന ആള് ഈ അടുത്ത കാലം വരെ അറസ്റ്റിലായിരുന്നതും ജയിലിലായിരുന്നതും ഇപ്പോ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ജാമ്യാവസ്ഥ റദ്ദാക്കാൻ നിങ്ങൾ ആരെയൊക്കെ പ്രതിക്കൂട്ടിലാക്കിയോ ശിവശങ്കർ മാത്രമല്ല, അവർക്കെതിരെ ഒന്നും തെളിവും കിട്ടിയിട്ടില്ല. സ്വപ്നപ്രഭ സുരേഷ്. ശരി, ഇനി ഒരു കാര്യം എനിക്ക് ഒരു മിനിറ്റ് കൊണ്ട് പറയാൻ സമ്മതിക്കണം. ഇവിടെ എന്താ പറയുക, അമിത്ഷായുടെ മകനെതിരെ ജയ്ഷയ്ക്കെതിരെ പറഞ്ഞു. ഞാൻ വിശദീകരിക്കൊന്നുമില്ല കേട്ടോ. നോക്കൂ, ജയ്ഷയുടെ കേസും ഇതും തമ്മിൽ നിങ്ങൾ എങ്ങനെ താരതമ്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് കൗതുകമുണ്ട്. കാരണം ജയ്ഷയുടെ സംഭവം ഒറ്റ വാക്കിൽ ഞാൻ പറയാം. ദ വയർ എന്ന് പറയുന്ന മാധ്യമം 2017 ജയ്ഷയ്ക്കെതിരെ ഒരു വാർത്ത കൊടുത്തു. എന്താ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഒരു വർഷം കൊണ്ട് ജയ്ഷയുടെ ആസ്തി 16,000 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു എന്ന്. അതിന് യാതൊരു തെളിവുമില്ല, യാതൊരു അടിസ്ഥാനമില്ല. വയർ എന്ന് പറയുന്ന സ്ഥാപനം കൊടുത്ത വാർത്തയാണ്. ശ്രീ ജയ്ഷ ദ വയറിനെതിരെ ഡിഫമേഷൻ കേസ്
കേസ് കൊടുത്തു, 100 കോടി രൂപയ്ക്ക് ഡിഫമേഷൻ കേസ് കൊടുത്തു. ഈ വയറിന് നോട്ടീസ് അയച്ചു വരുത്തി ഇവരോട് എന്താണ് എവിഡൻസ് എന്ന് തെളിയിക്കാൻ പറഞ്ഞു. ഇവർക്ക് പ്രൈമ ഫേസി ഒന്നും തെളിയിക്കാൻ സാധിച്ചില്ല. ഇവർക്കെതിരെ ഒരു ഗ്യാഗ് ഓർഡർ ഉണ്ടായി. അതായത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളോ മറ്റ് വിവരങ്ങളോ ഒന്നും നിങ്ങൾ ഇനി പ്രസിദ്ധീകരിക്കരുത്, ഈ കോടതിയിലെ കേസ് തീരുന്നത് വരെ ഈ കാര്യത്തിൽ നിങ്ങൾ ഇനി ജയ്ഷയ്ക്കെതിരെ ഡിഫമേറ്ററി ആയിട്ടുള്ള വാർത്ത കൊടുക്കരുതെന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതി പറഞ്ഞു ആ ഗ്യാഗ് ഓർഡർ നിലനിൽക്കും, കാരണം ഇവർ കൊടുത്തിട്ടുള്ള വാർത്ത സത്യമാണെന്ന് ഇവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. 2019 ഒരു സുപ്രീം കോടതി പോയി. ഇപ്പൊ സുപ്രീം കോടതിയിലെ കേസ് വയറ് തന്നെ പിൻവലിച്ചിരിക്കുകയാണ്. അതായത് ജയ്ഷയ്ക്കെതിരെ വന്നൊരു ഡിഫമേഷൻ കേസും അത് ഒരു ഡിഫമേറ്ററി ആയിട്ടുള്ള വാർത്തയും അതിനെതിരെ ജയ്ഷ കൊടുത്തൊരു കേസുമാണ് നിങ്ങൾ ഈ പറയുന്ന ബഹളം. അതല്ലാണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു FIR ഇല്ല, ഒരു അന്വേഷണമില്ല, ഏതെങ്കിലും ഏജൻസിയുടെ ഫൈൻഡിങ് ഇല്ല, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കോടതിക്ക് മുമ്പിൽ ഒരു വ്യവഹാരം ഇല്ല. ഒരു തെറ്റായ വാർത്തയ്ക്ക് മേലെ അദ്ദേഹം കൊടുത്ത ഡിഫമേഷൻ കേസ് വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്. വീണ വിജയന് ധൈര്യമുണ്ടോ ഡിഫമേഷൻ കേസ് കൊടുക്കാൻ? ഇത്രയും മാധ്യമങ്ങൾ ഇവിടെ ഇരുന്ന് ചർച്ച നടത്തുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മാധ്യമത്തിനെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കാൻ വീണ വിജയന് ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കാം. ശരി ശ്രീ ശങ്കുട്ടിദാസ്, ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.